ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഇസ്ലാമിനെതിരെ വാളോങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദലയിൽ ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ, പിശാച് അവരെ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, സ്രഷ്ടാവായ അല്ലാഹുവിനെ ഓർക്കാൻ പിശാച് അവർക്ക് അവസരം നൽകുന്നില്ല. ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ, അല്ലാഹുവിന്റെ ദീനിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ പിശാചിന്റെ സംഘമാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ, പിശാചിന്റെ സംഘം പരാജയപ്പെടുന്നവർ തന്നെ. മുത്തനബി തങ്ങളല്ലോ പറഞ്ഞത്, കമാ ലാ യജ്തനി മിനശ് ശൗകിൽ ഇനബ് കദാലിക ലാ യൻസിലുൽ അബ്റാറു മനാസിലൽ ഫുജ്ജാർ. മുള്ളിൽ നിന്നല്ലല്ലോ മുന്തിരി ലഭിക്കുന്നത്, അതുപോലെ നന്മ ചെയ്യുന്ന ആളുകൾ തിന്മ ചെയ്യുന്നിടത്തല്ല ഉണ്ടാവുക, നന്മ ചെയ്യുന്ന ആളുകൾ തിന്മ ചെയ്യുന്നവരെ പോലെയല്ല ഉണ്ടാവുക. നന്മയെന്ന് ഉയർന്നു നിൽക്കുന്നു, തിന്മയെ അല്ലാഹു തആല തകർക്കാൻ പോകുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി നക്തുബ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹബീബിന്റെ വഹി ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തനബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് സുഇല റസൂലുള്ളാഹ്, ഹബീബിനോടൊട്ട് വന്ന് ചോദിച്ചു, നബിയെ, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല അൽ ഖുസ്തൻതീനിയ ഔ റൂമിയ, നബിയെ ഏത് നഗരമാണ് ആദ്യം പിടിച്ചടക്കപ്പെടുന്നത്, ഏത് നഗരമാണ് ആദ്യം വിജയിച്ചടക്കപ്പെടുക, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ അതല്ല റോമാണോ എന്ന് ചോദിച്ചു. അൽ ഖുസ്തൻതീനിയ ഔ റൂമ, റൂമ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ തലസ്ഥാന നഗരിയായ റോം. റോമാണോ നബിയെ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ ഇസ്ലാം ആദ്യം ജയിച്ചടക്കുന്നത് എന്ന് ചോദിച്ചു ഒരാൾ വന്ന് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഇസ്ലാം പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് അള്ളാഹുവിന്റെ ദീനെത്തുന്ന ആ വെളിച്ചം പരക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാണ്, നബിയെ കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ അതല്ല റോം നഗരമാണോ, ഏതാണ് ആദ്യം മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്നത് എന്നൊരു ചോദ്യം. മദീനയിലാണ് ചോദ്യം നടന്നത്. മുത്തനബി തങ്ങൾ മറുപടി കൊടുത്തു, വഹീന്റെ വെളിച്ചത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, മദീനത്തു ഹിറഖിൽ തുഫ്തഹു അവ്വല, ഹിറഖിലിന്റെ നഗരമാണ് ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മളിന്ന് തുർക്കി എന്ന് പറയുന്ന പ്രദേശം, തുർക്കിയാണ് ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്, പിന്നെയാണ് റോം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇന്നേ വരെ അത് സംഭവിച്ചിട്ടില്ല, ഒന്നേ സംഭവിച്ചിട്ടുള്ളൂ, കോൺസ്റ്റാന്റിനോപ്പിൾ കടന്നു വന്നു. എത്ര കൊല്ലങ്ങൾക്ക് ശേഷം എന്നറിയോ? ഹബീബായ നബി തങ്ങൾ ലോകത്ത് നിന്ന് വഫാത്തായി പോയതിന്റെ ശേഷം 800 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹബീബിന്റെ വാക്ക് പുലർന്നത്. 800 ഹിജ്റ 857 ജുമാദൽ അവ്വൽ 20 ചൊവ്വാഴ്ച ദിവസമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടുന്നത്. അതായത് ക്രിസ്തുവർഷം 1453, 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ബേക്കോട്ട് കണക്ക് കൂട്ടിയാൽ ഒരു മെയ് 29 ചൊവ്വാഴ്ച ദിവസം മഹാനായ ഇസ്ലാമിക ജേതാവ്, ലോകം കണ്ട പ്രഗത്ഭനായ നേതാവ് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു 23 വയസ്സുള്ളപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചു. ഇനി പറയുന്നു റോം വിജയിക്കും, റോമിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വരുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളും വരുമെന്ന് പറഞ്ഞു. ആദ്യം കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നെ റോം നഗരം. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം നടന്നിട്ട് 600 കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, റോം ഇസ്ലാമിലേക്ക് കടന്നു വരും. പാശ്ചാത്യ നാടുകൾ അന്ധമായ ശരീരത്തിന്റെ ആരാധനയിൽ നിന്ന്, മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കണമെന്ന് പറയുന്ന അന്ധമായ ഭൗതികതയിൽ നിന്ന് തെന്നിമാറി ഇസ്ലാമിന്റെ സനാതനമായ മഹത്വമായ ആത്മീയതയുടെ മാർഗത്തിലേക്ക് ലോകരാജ്യങ്ങൾ കടന്നു വരാനിരിക്കുന്നു എന്ന സൂചനയാണ്. റോം നഗരം ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് ഹബീബിന്റെ ഈ വിശുദ്ധമായ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി على رأس كل 100 سنة من يجدد لنا لها دينها.
ഓരോ 100 വർഷം കഴിയുമ്പോഴും ഈ ഉമ്മത്തിന് അല്ലാഹു മുജദ്ദിദീങ്ങളെ കൊണ്ടുവരും. ഇസ്ലാമിനെ ഉണർത്താൻ ചില ആളുകളെ കൊണ്ടുവരും മുജദ്ദിദീങ്ങൾ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ശംസുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം ഈ ഉമ്മത്തിന് ആത്മീയതയുടെ മാർഗം വെട്ടിത്തുറന്നു കൊടുത്ത, ആത്മീയതയുടെ മാർഗത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയ മഹാനായ ശംസുൽ ഉലമയെ മുജദ്ദിദെന്ന് പണ്ഡിതന്മാർ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ 100 കൊല്ലം തികയുമ്പോഴും മുജദ്ദിദീങ്ങൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് ഒരു തകർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു തളർച്ച വരുമ്പോ, ഇസ്ലാമിന് ഒരു ക്ഷീണം വരുമ്പോ ഉണർത്താനും ഇസ്ലാമിനെ ഉയർത്തി കാണിക്കാനും ഓരോ 100 കൊല്ലത്തിലും ഒരു മുജദ്ദിദിനെ അല്ലാഹു ഓരോരോ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇസ്ലാം ഉണർന്നു വരും, ഇസ്ലാം വിജയിച്ചു വരുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സൂചനയാണത്. ഹബീബായ തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ തഖൂമ അസ്സാഅ. ലോകാവസാനം അടുക്കുന്നവരെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ എന്തെല്ലാം ആക്ഷേപിച്ചാലും, എന്തെല്ലാം പരിഹസിച്ചാലും, എത്രയെല്ലാം ആക്രമിച്ചാലും കടന്നാക്രമിച്ചാലും ഒരു വിഭാഗം ആളുകളെ സത്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം ലോകാവസാനം വരെ നന്മയിട്ട് പിടിച്ചൊരു വിഭാഗം ഇവിടെ നിലനിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തെ ഏറ്റെടുക്കുന്നത് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. അതിൽ പിന്നെ സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വിജയമുണ്ടെന്ന ശുഭാപ്തി വിശ്വാസം ഹബീബ് തുടരെ നമുക്ക് തന്നു. ഹബീബ് പറയുമായിരുന്നു, മസലു ഉമ്മത്തി മസലുൽ മതർ. ഈ ഉമ്മത്തിന്റെ ഉദാഹരണം ഒരു മഴയെപ്പോലെയാണ്. ലാ യദ്രി അവ്വലുഹു ഖൈറുൻ അം ആഖിറുഹു. ഒരു മഴ പെയ്യുമ്പോ ആ മഴയുടെ തുടക്കമാണോ നല്ലത്, ഒടുക്കമാണോ നല്ലത്? രണ്ടും നല്ലതാണ് എന്നതുപോലെ എന്റെ ഉമ്മത്തിന്റെ ആദ്യവും എന്റെ ഉമ്മത്തിന്റെ അവസാനവും ഒരു മഴ പോലെ മുഴുവനും നന്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇസാബത്താനി മിൻ ഉമ്മത്തി അഖ്റജഹുമുല്ലാഹു മിനൻ നാർ. 2 വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരാണ്. അതിന് ഹദീസ് പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം, ലാ യദ്ഖുലാനിന്ന അബദ. ഒരിക്കലും അവർ നരകത്തിൽ പോവില്ല. ആരാണ് ആ 2 വിഭാഗം എന്നറിയുമോ? ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ് വഇസാബത്തുൻ തകൂനു മഅ ഈസ ഇബ്നു മറിയം. ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ സുന്ദര വെളിച്ചവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, അവരും ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ദൂതന്മാർക്കെതിരെ പടപൊരുതുന്ന മുസ്ലിമീങ്ങളിൽ ഔലിയാക്കന്മാരായ മുഅ്മിനീങ്ങൾ അണിനിരത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നടത്തുന്ന ആ ഒരു മഹായുദ്ധത്തിൽ ചേരാൻ പോകുന്ന ആ സംഘവും ഇന്ത്യയിലേക്ക് ദഅവത്തിന് വരുന്ന സംഘങ്ങളും, ഈ 2 സംഘത്തെയും നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ തകർക്കാൻ പോകുന്നില്ല. മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയില്ല. ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം പോലും ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കാൻ പോകുന്ന, അല്ലാഹുവിന്റെ പ്രഭയിൽ, ദീനിന്റെ പ്രഭയിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ഏറ്റവും സുവർണമായൊരു കാലഘട്ടം ഭാരതത്തിന് കടന്നു വരാൻ പോകുന്നുവെന്ന് വഹീന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇസാബത്താൻ ലാ തദ്ഖുലാനിൻ നാർ. ഇസാബത്താനി മിൻ ഉമ്മത്തി അഖ്റജഹുമുല്ലാഹു മിനൻ നാർ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്ന 2 വിഭാഗം. ഒന്ന് ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ്. ഭാരതത്തിലേക്ക് ഇസ്ലാമിക സന്ദേശവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾ, ഭാരതത്തിലേക്ക് അല്ലാഹുവിന്റെ വെളിച്ചവുമായി കടന്നു വരുന്നവർ. അതൊരു പക്ഷേ മഹാനായ മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ശേഷം വന്ന താബിഈങ്ങളും അവരോടൊപ്പമുണ്ടായിരുന്ന സ്വഹാബികളും, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ആരൊക്കെയാണോ ഇസ്ലാമിന്റെ വെളിച്ചം ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അവർക്ക് അല്ലാഹു നരകം കൊടുക്കുകയില്ല. അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാരതത്തെ നിബിധങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രഭ വരുമെന്ന്
അറേബ്യയിൽ വെച്ച് കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു സംഘം വഇസാബത്തുൻ തഖൂനു മഅ ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാമിന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന, ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഈസാ നബി വരുന്നത് മുസ്ലിമിന് സന്തോഷമല്ലേ? ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് പുലർന്നു കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈസാ നബി വരുമെന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങി വരുമെന്ന് മുസ്ലിമീങ്ങൾക്ക് മുത്തുനബി തങ്ങൾ സന്തോഷ വാർത്ത തന്നു. മുസ്ലിം ഞങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂകന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅജ്ലാ. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ, മുത്തുനബിക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ റസൂൽ, ഇഞ്ചീൽ നൽകപ്പെട്ട പ്രവാചകൻ, ബൈബിൾ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന അല്ലാഹു തആല ആദ്യം ഇറക്കി കൊടുത്തൊരു ഇഞ്ചീലുണ്ട്. മുഹറഫല്ലാത്ത അല്ലാഹുവിൽ നിന്നുള്ള ശുദ്ധമായ റെവലേഷൻ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനം, ആ കിതാബ് ലഭിച്ച ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നിങ്ങളിൽ കടന്നു വരിക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ. നീതിമാനായി മുസ്ലിമീങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്ന ഒരു കാലത്ത്, യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ലോകത്ത് നീതി നിറക്കാൻ വരുന്ന ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഫയക്സിറു സ്വലീബ്, ഈസാ നബി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കുരിശ് തകർക്കുകയും, വയഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊന്നൊടുക്കുകയും, വയലഉൽ ജിസിയ, ഇവിടെ ജിസിയ നടപ്പാക്കുകയും ചെയ്യുന്നൊരു സമയം വരാനിരിക്കുന്നു. വയഫീദുൽ മാൽ, സമ്പത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും കൊടുത്താൽ ഹത്താ ലാ യഖ്ബലഹു അഹദ്, എനിക്ക് പൈസ വേണ്ട എന്ന് ആളുകൾ തള്ളിക്കളയുന്ന, പൈസ വേണ്ട, അത്രത്തോളം പണപ്പെരുപ്പമുണ്ടാവുകയും പൈസ ഇഷ്ടം പോലെ ഒഴുകുകയും ചെയ്യുന്നൊരു കാലം വരും. ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തെ സർവ്വതിനേക്കാളും ഒരു സുജൂദ് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത, ഏറ്റവും വലിയ നന്മയായി മാറുന്ന കാലം. ഒരു സുജൂദ്, അല്ലാഹുവിൽ അകന്നു ജീവിക്കുന്ന ആളുകൾ ഒരു സുജൂദിന് വേണ്ടി ദാഹിക്കുന്ന കാലം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം. തൂബാ ലിഐസിൻ ബഅദൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം വന്നതിന്റെ ശേഷമുള്ള കാലം എന്തൊരു മനോഹരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രസമുള്ള കാലമായിരിക്കും ഈസാ നബിയുടെ വരവിന് ശേഷം. ആകാശത്തോട് മഴ പെയ്യാൻ പറയും, യുഅ്ദനു ബിസ്സമാഇ ബിൽ ഖതർ, ആകാശത്തോട് മഴ പെയ്യാൻ പറയും, മഴ പെയ്യുന്നു. വയുദനു ലിൽ അർളി ബിൻ നബാത്, ഭൂമിയെ ചെടികൾ മുളപ്പിക്കട്ടെ എന്ന് പറയും. ഭൂമിയിലുടനീളം കൃഷി, എല്ലായിടത്തും പച്ചപ്പ്. ഹത്താ ലൗ ബുദിറത് ഹബ്ബത്തുൻ അലസ് സഫാ ലനബതത്, പാറക്കെട്ടായി കിടക്കുന്ന, പാറയായി കിടക്കുന്ന സഫാ കുന്നുകളിൽ പോലും ഒരു വിത്ത് വിതറിയാൽ മുളക്കുന്ന കാലമാണ് ഈസാ നബിയുടെ കാലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുന്നു. وحتى يمر الرجل على الأسد فلا يضره, സിംഹത്തിന്റെ കൂടെ മനുഷ്യൻ നടന്നാൽ സിംഹം ഉപദ്രവിക്കാത്ത കാലം. ويطع على الحية فلا تضره, ഒരു പാമ്പിനെ ചവിട്ടിയാൽ ആ പാമ്പ് ഉപദ്രവിക്കാത്ത കാലം വരുന്നു. ويلعب الصبيان بالحيات فلا تضرهم, കൊച്ചുമക്കൾ പാമ്പിനെ പിടിച്ചു കളിക്കും, പക്ഷേ പാമ്പ് അവരെ ഉപദ്രവിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലം ഈസാ നബിയുടെ വരവിന് ശേഷം ഇവിടെയുണ്ട്. തൂബാ ലിഐസിൻ, അതെന്തൊരു മനോഹരമായ കാലഘട്ടമായിരിക്കുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നൽകുന്ന ഈ ഒരു സുവിശേഷം, സന്തോഷ വാർത്തകളിലൂടെ ഒറ്റ വിഷയം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാം ഉയരാൻ പോവുകയാണ്. ഇസ്ലാമിന് ഇനി ഉയർച്ചയുടെ കാലമാണ്. ലോക സംസ്കാരങ്ങൾ മുഴുവനും തകർന്നിടന്നപ്പോ, ലോക സംസ്കാരങ്ങൾ മുഴുവൻ തകർന്നിടന്നിടന്ന് ഇസ്ലാമിലേക്ക് ലോക കൾച്ചർ തിരിച്ചു വരുന്നൊരു കാലം. മുമ്പ് അറബികളിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്, അറബികളിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. അതൊക്കെ നമുക്കിപ്പോ നഷ്ടമായി. ഇനി അത് മുസ്ലിമിന് തിരിച്ചു വരും എന്ന് വിശുദ്ധമായ ഹദീസിലൂടെയും ഖുർആനിലൂടെയും പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളാണ് അതിന്റെ കാരണം. അതിക്രമങ്ങൾക്ക് പകരം അള്ളാഹു നന്മയാണ് കൊണ്ടുവരാൻ. ഒന്ന്, അള്ളാഹു മാറ്റം ഉദ്ദേശിക്കുന്നു. എങ്ങനത്തെ മാറ്റം? നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റം.